السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ അഷ്ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽ കബായിർ എന്നാൽ വൻപാപങ്ങൾ. 29 അധ്യായങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ വായിച്ചു പോയി. ഓരോ അധ്യായവും എല്ലാ ദർസിന്റെ തുടക്കത്തിലും പറയാറുള്ളതുപോലെ നമ്മെ ഓരോരുത്തരെയും ഭയപ്പെടുത്തുന്ന, നമ്മെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. തിന്മകളുടെ ഗൗരവം, ആ തിന്മകൾക്കുള്ള അനന്തരഫലങ്ങൾ, അത് നമ്മെ എപ്പോഴും പേടിപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് ഓടി അകലാനും രക്ഷപ്പെടാനും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 30 അധ്യായമായി ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ബാബുൻ ദിക്റുർ റിളാഇ ബിൽ മഅസിയതി. ബാബുൻ അധ്യായം, ദിക്റുർ റിളാഇ ബിൽ മഅസിയ, പാപങ്ങൾ, തിന്മകൾ, അതിനോട് തൃപ്തി കാണിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു തിന്മ, ഒരു പാപം അത് ചെയ്തിട്ടില്ലെങ്കിലും അതിനോട് മനസ്സിൽ തൃപ്തി ഉണ്ടായിരിക്കുക എന്നത് നാശമാണ്, നമ്മെ നശിപ്പിച്ചു കളയും. അത് വൻപാപങ്ങളിൽ ഒന്നാണ് എന്നാണ് ശൈഖ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം തിന്മകൾ അത് പ്രവർത്തിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിന് അതിനോട് തൃപ്തി തോന്നുക എന്നത് ആ തിന്മയിലേക്ക് ചാഞ്ഞു പോവാനും ചെന്നു പതിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർ-റിളാ എന്നതിന്റെ നേർ വിപരീതമാണ് അൽ കറാഹ. തൃപ്തിയുടെ നേർ വിപരീതമാണ് അനിഷ്ടം. തിന്മകൾ ചെറുതാവട്ടെ വലുതാവട്ടെ അതിനോട് നമുക്ക് വെറുപ്പാണ് ഉണ്ടാവേണ്ടത്, അതിനോട് അനിഷ്ടമാണ് ഉണ്ടാവേണ്ടത്, അതിനോടൊരിക്കലും തൃപ്തി ഉണ്ടാവാൻ പാടുള്ളതല്ല. ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇവിടെ ആദ്യമായി കൊടുത്തത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. റൂവിയ عن عبد الله بن مسعود رضي الله عنه قال هلكت إن لم يعرف قلبك المعروف وينكر المنكر. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹലക്ത, നീ നശിച്ചത് തന്നെ, നീ നശിച്ചിരിക്കുന്നു. ഇല്ലം യഅരിഫ് ഖൽബുകൽ മഅറൂഫ്, നിന്റെ ഹൃദയം നന്മ അഥവാ നല്ല കാര്യം, ആ നല്ല കാര്യത്തെ തിരിച്ചറിയുകയും അത് സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ, വയുൻകിരിൽ മുൻകർ, തിന്മകൾ, തെറ്റുകൾ, പാപങ്ങൾ, അതിനോട് അനിഷ്ടം ഉണ്ടാവുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ
നീ നശിച്ചത് തന്നെ. സഹോദരങ്ങളെ നോക്കൂ, നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയം തിന്മ അതിനോട് തൃപ്തിയുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മുടെ ഹൃദയത്തിന് അതിനോട് അനിഷ്ടമുണ്ടാകണം, വെറുപ്പുണ്ടാകണം. അതിൽ നിന്ന് നാം ഓടി അകലണം, അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ആരെങ്കിലും വല്ല തെറ്റും കണ്ടാൽ ഫൽ യുഗയ്യിർഹു ബിയദിഹി, അവൻ അതിനെ തൻ്റെ കൈകൊണ്ട് തിരുത്തിക്കൊള്ളട്ടെ. ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി, കൈകൊണ്ട് അവന് സാധിച്ചില്ല എങ്കിൽ നാവുകൊണ്ട് തിരുത്തിക്കൊള്ളട്ടെ. ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി, നാവ് കൊണ്ടും ഒരാൾക്ക് സാധിച്ചില്ല എങ്കിൽ ഹൃദയം കൊണ്ട് അവനത് ചെയ്യട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ ഒരു പദവിയാണ്, അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു തെറ്റു കണ്ടാൽ അതിനോട് നാം പ്രതികരിക്കേണ്ടത് മൂന്നാലൊരു രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ ആ തെറ്റിനെ കൈകൊണ്ട് തടുക്കണം, കൈകൊണ്ട് തടുക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ, കൈകൊണ്ട് തടുക്കാൻ സാധിക്കുന്ന അവസ്ഥകളിൽ. ഇപ്പം നമ്മുടെ കീഴിലുള്ള, നമ്മൾ പിടിച്ചാൽ നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്ന അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ കൈകൊണ്ട് തന്നെ അതിനെ തടയണം. ഇനി അതല്ല, കൈകൊണ്ട് തടുക്കാൻ സാധിക്കാത്ത സ്ഥലമാണ്, സന്ദർഭമാണ്, അവസ്ഥയാണ് എങ്കിൽ നാവുകൊണ്ട് തടുക്കണം, നാവുകൊണ്ട് പറഞ്ഞു കൊടുക്കണം, പ്രതികരിക്കണം, പറയണം. ഇനി ഒരാൾക്ക് അതിനും സാധിച്ചില്ല എങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം, ഹൃദയത്തിൽ അനിഷ്ടമുണ്ടാവണം, വെറുത്തുകൊണ്ട് മാറി നിൽക്കാൻ സാധിക്കണം. അതും ഒരാൾക്ക് സാധിച്ചില്ല എങ്കിൽ മറ്റു ചില റിവായത്തിൽ വന്നതുപോലെ ഇവിടെ ഈ അധ്യായത്തിലും നമ്മൾ വായിക്കും ഇൻഷാ അല്ലാഹ്, വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദലിൻ, ഹൃദയം കൊണ്ടും ഒരാൾക്ക് ഒരു തിന്മയെ വെറുക്കാൻ, അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ അവന്റെ ഈമാനിൽ കടുകുമണിയോളം ഒരു തരിമ്പ് പോലും ഈമാൻ അവശേഷിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സഹോദരങ്ങളെ, തിന്മകൾ, പാപങ്ങൾ, അതിനോട് ഒരു നിലക്കും നോക്കൂ, മനസ്സുകൊണ്ടൊരു തൃപ്തി പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വലാ യർളാ ലിഇബാദിഹിൽ കുഫ്ർ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ തൻ്റെ അടിമകളുടെ കാര്യത്തിൽ കുഫർ, നിഷേധം തൃപ്തിപ്പെടുകയില്ല. അല്ലാഹു അവനെ ധിക്കരിക്കുക എന്നത് ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അല്ലാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യമാണ് അവനെ ധിക്കരിക്കുക എന്നുള്ളത്. അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്, അനുസരണക്കേടാണ് തിന്മകൾ. ഏത് തിന്മ എടുത്തു നോക്കിയാലും, ചെറുതാവട്ടെ വലുതാവട്ടെ, അല്ലാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായ, അല്ലാഹുവിൻ്റെ കൽപ്പനക്കെതിരായ കാര്യങ്ങൾ, മാസിയത്ത് എന്നത് ഒരിക്കലും അല്ലാഹു തൃപ്തിപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ് അവൻ ഇഷ്ടപ്പെടേണ്ടത്. അല്ലാഹു വെറുക്കുന്നതിനെ അവൻ വെറുക്കുകയും വേണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തിന്മകളെ, അതിൻ്റെ വക്താക്കളെ, അത് ചെയ്തയാളുകളെ വെറുക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നന്മയെ, നന്മയുടെ ആളുകളെ, അത് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ഇതേ നിലപാടാണ് ഒരു മുഅ്മിനിന് ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്ന തവ്വാബുകളായ ആളുകളെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ശുദ്ധി സ്വീകരിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നല്ല സൽപ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു.
നേരെ തിരിച്ച് ഇതിന് വിപരീതമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നിന്റെ ഖൽബ് അഥവാ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം, ആ ഹൃദയം നന്മ തിരിച്ചറിയുകയും എന്നിട്ട് ആ നന്മ പിൻപറ്റുകയും ചെയ്യണം. അതേപോലെ തന്നെ തിന്മ അത് തിരിച്ചറിഞ്ഞ് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ നശിച്ചു പോകും എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഖൽബ് കൊണ്ട് മാറി നിൽക്കുക എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ സാധിക്കാത്ത ഒരാളുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ കൈകൊണ്ടും നാവ് കൊണ്ടും തടുക്കണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. പല സമയത്തും പല സമയങ്ങളിലും ചിലപ്പോൾ ബഹുഭൂരിപക്ഷം സമയങ്ങളിലും ഈ രണ്ട് അവസ്ഥകളും നമുക്ക് സാധിക്കുകയില്ല. മൂന്നാമത് പറഞ്ഞത്, അതിൽ നിന്ന് ഒരാളും മുക്തരല്ല. അതിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു നിൽക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. കാരണം അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. തിന്മ കണ്ടാൽ ഹൃദയം കൊണ്ട് വെറുത്ത് മാറി നിൽക്കുക എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. ആ തിന്മ നടക്കുന്ന സ്ഥലം, ആ തിന്മ സംഭവിക്കുന്ന സദസ്സ്, അതിൽ നിന്ന് ഒരാൾ അകന്നു നിൽക്കണം. ചില ആളുകൾ പറയും, പാപികളായ തിന്മകൾ ചെയ്യുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, ഹറാമുകളിൽ മുഴുകി ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കും. എല്ലാ സമയത്തോടെ കൂടെ ആയിരിക്കും, മിക്ക സമയങ്ങളിലും. അങ്ങനെയുള്ള ഇരുത്തം, സഹവാസം പാടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ കുടിക്കുന്നില്ലല്ലോ, ഞാനത് ചെയ്യുന്നില്ലല്ലോ, ഞാൻ അവൻ്റെ കൂടെ ഇരുന്നിട്ടല്ലേ ഉള്ളൂ എന്നു പറയും. യഥാർത്ഥത്തിൽ ആ പ്രയോഗം തെറ്റാണ്. അവനാ ഇരുന്ന ഇരുത്തം അതിനോടുള്ള തൃപ്തിയാണ്, ആ ചെയ്യുന്നവനോടുള്ള തൃപ്തിയാണ്. യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല. തിന്മയെ വെറുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുന്ന ഒരാളുടെ കൂടെ ഇരിക്കുക എന്നത് നല്ല ഹൃദയത്തിന് സാധിക്കുകയില്ല. അങ്ങനെ ചില ആളുകൾ ന്യായം പറയാറുണ്ട്, നമ്മളങ്ങനെ ചെയ്യുന്നില്ലല്ലോ. മദ്യപിക്കുന്ന, അതല്ലെങ്കിൽ അതുപോലെ ഹറാമുകളിൽ മുഴുകുന്ന കൂട്ടുകാർ, അത്തരം ക്ലബ്ബുകൾ, അത്തരം വഴിയോരങ്ങൾ, അങ്ങനെയുള്ള ഇരിപ്പിടങ്ങൾ, അവിടെയൊക്കെ പോയി എല്ലാ സമയത്തും ഇരിക്കും. എന്നിട്ട് ന്യായം ഇതായിരിക്കും, ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കുടിക്കുന്നവൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് അവൻ്റെ കുടി ഇങ്ങനെ കാണുക, വലിക്കുന്നവൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് അവൻ വലിക്കുന്ന ഇങ്ങനെ കാണുക. സിനിമയും ഹറാമും അതിങ്ങനെ നടക്കുന്ന ക്ലബിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുക, ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുക. ഇതിങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞാൽ സഹോദരങ്ങളെ എന്ത് സംഭവിക്കും? ഈ കുടി ഇപ്പുറത്തേക്ക് വരും, ഈ വലി ഇപ്പുറത്തേക്ക് വരും, ഈ കേൾവിയും കാഴ്ചയും ഒക്കെ ഇപ്പുറത്തേക്ക് വരും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. എത്ര എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരുന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങന്ന് അങ്ങോട്ട് പോയിട്ടാണുള്ളത്. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലൊന്നാമത്തേതാണ് സഹോദരങ്ങളെ പറഞ്ഞത്, മനസ്സുകൊണ്ട് വെറുത്ത് മാറി നിൽക്കുക. മനസ്സുകൊണ്ട് വെറുക്കുക എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അത് സംഭവിക്കുന്ന സ്ഥലം, സദസ്സ് അല്ലെ വ്യക്തികൾ എന്താണോ അതിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ആ സ്ഥലത്തിരിക്കാനോ അവരോട് സ്നേഹം കാണിക്കാനോ
ഒന്നും പാടുള്ളതല്ല. സഹവാസം, കൂടിയിരുത്തം നേരത്തെ പറഞ്ഞതുപോലെ അത് പാടില്ലാത്തതാണ്. മൂന്നാമത്തെ കാര്യം, അത് തിന്മകളുടെ ഇത് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകളോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ കൈപിടിക്കണം, അവർക്ക് നസീഹത്ത് കൊടുക്കണം, അവരല്ലാഹുവിലേക്ക് ക്ഷണിക്കണം, തിരുത്താൻ ആവശ്യപ്പെടണം. ഇതോ നേരെ തിരിച്ചായിരിക്കും. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കോ? ഇല്ല. കാരണം എന്താ? ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോവും. നീ തെറ്റ് ചെയ്യരുത്, തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കോ? ഇല്ല. അതവനെ പല കാര്യങ്ങളും തടയും. പല കാരണങ്ങളാൽ അവനെ അത് പറയാൻ തടഞ്ഞു നിർത്തും. ഈ ഇരുത്തൊഴിവാവും, കൂട്ടുകാരില്ലാതെയാകും, അങ്ങനെയുള്ള പല കാര്യങ്ങളും. എന്നാലോ അവന്റെ നിരന്തരമായ ദഅവത്ത് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. കുറച്ചു കുടിച്ചടാ, കുറച്ചു കുടിച്ചെന്ന് വിചാരിച്ച എവിടെ എത്തൂല, കുറച്ചൊന്ന് വലിച്ചോക്ക്, ഒന്ന് ചെയ്തു നോക്ക്, ഒന്ന് വന്നു നോക്ക്, ആരും കാണുമെന്നില്ല. ഇതിപ്പോ സിനിമക്ക് വന്ന് നേരിച്ച് ആരെങ്കിലും കാണുമോ? ഇങ്ങനെയാണ് ചോദിക്കുക. നിരന്തരം ഇങ്ങോട്ട് ദഅവത്തുണ്ടാവും, അങ്ങോട്ടുണ്ടാവുമോ? ഇല്ല. അങ്ങോട്ട് ദഅവത്തുണ്ടാവുകയില്ല, നസീഹത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ അടുക്കലുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് വെറുപ്പില്ല, തൃപ്തിയാണ് എന്നതിൻ്റെ അടയാളമാണത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണിത്. അൻഹു അഥവാ അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ മിൻ നബിയ്യിൻ ബഅസഹു അല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബ്ലി ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂന വഅസ്ഹാബുൻ യഅഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. എനിക്ക് മുമ്പ് ഏതൊരു സമുദായത്തിലേക്കും അല്ലാഹു തആല പ്രവാചകനെ നിയോഗിച്ചിട്ടുണ്ടോ, ആ പ്രവാചകന് അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് ചില ഹവാരികൾ അഥവാ അദ്ദേഹത്തെ പിൻപറ്റുന്ന, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്ന, അദ്ദേഹം കൊണ്ടുവന്ന ആദർശം സ്വീകരിക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ഹവാരിയൂൻ എന്ന് പറഞ്ഞാൽ നബിമാരുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന, അവരുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് അവരുടെ വിദ്യാർത്ഥികളായി അങ്ങനെ ഒരുമിച്ചുണ്ടാകുന്ന ആളുകൾ, സഹാബികൾ എന്ന് ചുരുക്കി പറയാം. ഏതൊരു നബിക്കും ഇങ്ങനെ ഹവാരികൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പിൻപറ്റുന്ന, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ. വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി. വഅസ്ഹാബുൻ എന്ന് പറഞ്ഞാൽ അനുചരന്മാർ എന്ന് നേർക്കുനേരെ അർത്ഥം പറയാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ എന്നതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞുപോയ നബിമാർക്കൊക്കെ പ്രത്യേകമായി ചില ആളുകൾ ഉണ്ടായിരുന്നു, അവരോടൊപ്പം തന്നെ സഹവസിച്ചിരുന്ന ആളുകൾ. അവരുടെ പ്രത്യേകത എന്താണ്? യഖുദൂന ബിസുന്നതിഹി. ആ പ്രവാചകന്റെ സുന്നത്ത് അവർ പഠിച്ചെടുക്കും. വയഖ്തദൂന ബിഅംരിഹി. അവിടുന്ന് അദ്ദേഹം പറഞ്ഞ കൽപ്പനകൾ പിൻപറ്റുകയും ചെയ്യും. സുമ്മ ഇന്നഹ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫുൻ. ആ നല്ല ആളുകളുടെ, സ്വഹാബികളുടെ, അനുചരന്മാരുടെ, നബിമാരുടെ കൂടെ തന്നെ ജീവിച്ചിരുന്ന ആ നല്ല ആളുകളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ചില പിൻഗാമികൾ വരും. അവരുടെ പ്രത്യേകത എന്താണ്? യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. അവർ പറയുന്നത് പ്രവർത്തിക്കുകയില്ല, അവർ കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുകയും ചെയ്യും.
ഇത് സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ ആദ്യ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏതൊരു നബി വന്നിട്ടുണ്ടോ ആ നബിയുടെ കൂടെ ഹവാരികൾ, അസ്ഹാബുകൾ ഉണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറയവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. ഹവാരികൾ എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഥവാ നബിമാരോടൊപ്പം തന്നെ സഹവസിക്കുന്ന, അവരുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന ആളുകൾ. ഈ നല്ല ആളുകളുടെ പ്രത്യേകത, അവർ സുന്നത്ത് സ്വീകരിക്കും, നബിമാരുടെ ചര്യ അത് സ്വീകരിക്കും, അത് പഠിക്കും, അതുപോലെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. കഴിഞ്ഞ അധ്യായം വിശദീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഹൃദയത്തിന് ബാധിക്കുന്ന രണ്ട് രോഗങ്ങൾ, ശുബഹത്തിന്റെ രോഗവും ശഹ്വത്തിന്റെ രോഗവും. അഥവാ ആശയക്കുഴപ്പങ്ങൾ, ഹൃദയത്തിൽ മനസ്സിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, അതൊരു രോഗമാണ്. ദീനിനെക്കുറിച്ച് പഠിക്കാത്തതിന്റെ കാരണത്താലാണ് അതുണ്ടാവുക. ഈ നല്ല ആളുകളുടെ പ്രത്യേകത, അവർ പഠിക്കുന്നവരാണ്. യഖുദൂന ബിസുന്നതിഹി, നബിമാരുടെ സുന്നത്തിൽ നിന്നും പഠിച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ രോഗം ശഹ്വത്തിന്റെ രോഗമാണ്. അത് പഠിക്കാതെ പ്രവർത്തിക്കുന്നതിന്റെ, അതല്ലെങ്കിൽ ഇൽമ് അമലാക്കാത്തതിന്റെ പ്രശ്നമാണ്. അതിൽ നിന്നും ഈ നല്ല ആളുകൾ രക്ഷപ്പെട്ടു. എന്താണത്? വയഖ്തദൂന ബി അംരിഹി, ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അത് പിന്തുടരുന്നവരാണ്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ അവരുടെ ഹൃദയം നന്നായിട്ടുണ്ട്. ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും അവർ മുക്തരായിട്ടുണ്ട്. അവർ ഇൽമും അമലും ഒരുമിപ്പിച്ച ആളുകളാണ്. എന്നാൽ അവരുടെ കാലശേഷം ചില ആളുകൾ വരും. സുമ്മ ഇന്നഹാ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫുൻ, ഈ നല്ല സുവർണ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾ വരാനുണ്ട്. ഈ ഉമ്മത്തിലും സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 തലമുറകളുണ്ട്, ഉത്തമ തലമുറ. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല സമുദായം അത് എൻ്റെ കൂടെ ജീവിച്ചവരാണ്, പിന്നെ അതിന് ശേഷം വന്നവർ, പിന്നെ അതിന് ശേഷം വന്നവർ. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പും ഛിദ്രതയും പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടായി. ഖവാരിജുകൾ രംഗപ്രവേശനം ചെയ്തു. ഷിയാക്കൾ വന്നു, ഖദരിയാക്കൾ വന്നു, മുഅ്തസിലികൾ വന്നു, ജഹ്മികൾ വന്നു, അശ്അരികൾ വന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് കക്ഷികൾ ഉടലെടുത്തു. ഒരുപാട് പ്രശ്നങ്ങൾ, ഫിത്നകൾ പിന്നീട് ഉമ്മത്തിലുണ്ടായി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നല്ല കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ചില ആളുകൾ വരും. അവരുടെ പ്രത്യേകത യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പറയും, വായുണ്ടിങ്ങനെ വർത്താനം പറയും, പക്ഷെ അവർ പ്രവർത്തിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആളുകൾക്ക് ശേഷം പിന്നീട് ചില ആളുകൾ വന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം. സൂറത്തു മറിയമിൽ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം പിന്നെ ചില പിൻഗാമികൾ വന്നു. അളാഉ സ്വലാത വത്തബഉ ശഹവാത്ത്, അവർ നിസ്കാരം പാഴാക്കി കളഞ്ഞു, അതുപോലെ തന്നിഷ്ടങ്ങൾ, ദേഹേച്ഛകൾ പിന്തുടരുകയും ചെയ്തു. വേറെ സൂറത്തുൽ അറാഫിൽ 169-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ വരിസുൽ കിതാബ്, അവർക്ക് ശേഷം പിന്നെ ചില പിൻഗാമികൾ വന്നു, അവർ കിതാബ് അനന്തരമെടുത്തു. പക്ഷേ യഖുദൂന അറള ഹാദൽ അദ്നാ, അവർ ദുനിയാവിന്റെ തുച്ഛമായ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ആ കിതാബ് അനുസരിച്ച് പറയാനോ പ്രവർത്തിക്കാനോ അവർ തയ്യാറായില്ല. വയഖൂലൂന സയുഗ്ഫറു ലനാ,
ഇങ്ങനെയുള്ള ആളുകൾ അവർ പറഞ്ഞതെന്താണ്? സയുഗ്ഫറു ലനാ, നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ചില ആളുകൾ പറയാറുള്ളത് പോലെ. എന്തൊക്കെ തെറ്റ് ചെയ്താൽ എന്താ? അല്ലാഹ് റഹീമല്ലേ, അല്ലാഹ് റഹ്മാനല്ലേ, അല്ലാഹ് പുറത്തുതരും. അവരെ പ്രതീക്ഷകൾ വഞ്ചിച്ചു കളഞ്ഞു. അള്ളാഹുവിനോടുള്ള ഭയമില്ലാതെ കേവലം പ്രതീക്ഷ മാത്രം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണവർ. യഥാർത്ഥത്തിൽ അല്ലാഹു തആല അവരെ ആക്ഷേപിച്ചു പറയുകയാണ് ചെയ്തത്. അപ്പൊ നോക്കൂ, ഇങ്ങനെ ചില പിൻഗാമികളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, ഇത്തരം ആളുകൾ യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പറയും പ്രവർത്തിക്കുകയില്ല. ഗുരുതരമായ തെറ്റാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് നമ്മൾ ചെയ്യാതെ മറ്റുള്ളവരോട് പറയുക, പറയാൻ മാത്രം, പ്രവർത്തിക്കാനില്ല. നന്മകൾ കൽപ്പിക്കുക, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ വലിയ അപകടമാണ്. തിന്മകൾ വിരോധിക്കുക, പക്ഷെ നമ്മൾ ആ തിന്മ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ വലിയ അപകടമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ അള്ളാഹു വേദക്കാരോട് ചോദിച്ചു, അതഅ്മുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂന അൽകിതാബ അഫലാ തഅഖിലൂൻ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ അത് മറക്കുകയും ചെയ്യുകയാണോ? നിങ്ങളാവട്ടെ കിതാബ് പാരായണം ചെയ്യുന്നവരാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? സഹോദരങ്ങളെ, ഇത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള മോശപ്പെട്ട പിൻഗാമികളിൽ നമ്മൾ ഉൾപ്പെടാൻ പാടുള്ളതല്ല. അതുപോലെ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, അവരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവർ കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കും. അള്ളാഹു പഠിപ്പിക്കാത്തത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത്, അതല്ലെങ്കിൽ ഏതൊരു പ്രവാചകനാണോ ആ പ്രവാചകൻ പഠിപ്പിക്കാത്തത് പ്രവർത്തിക്കും. ഈ സന്ദർഭത്തിൽ അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, ആരാണോ ഇങ്ങനെയുള്ള ആളുകളോട് കൈകൊണ്ട് പോരാട്ടം നടത്തുന്നത് അവൻ സത്യവിശ്വാസിയാകുന്നു. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, ആരാണോ ഇത്തരം ആളുകളോട് നാവുകൊണ്ട് പോരാട്ടം നടത്തുന്നത് അവൻ മുഅ്മിനാകുന്നു. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ആരാണോ തന്റെ ഹൃദയം കൊണ്ട് അത്തരം ആളുകളോട് പോരാട്ടം നടത്തുന്നത് അവനും മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ, ഈ മൂന്ന് അവസ്ഥകൾക്ക് ശേഷം ഇത് മൂന്നും ഒരാളിൽ ഇല്ല എങ്കിൽ അയാളുടെ ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം വരെ ഈമാനില്ല എന്നതാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ നോക്കൂ, തിന്മകൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ, ഹറാമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കൈകൊണ്ട് പോരാടുന്നവൻ അവൻ സത്യവിശ്വാസിയാണ്, ഹൃദയത്തിൽ ഈമാനുള്ളവനാണ്. നാവ് കൊണ്ട് പോരാടുന്നവൻ അവൻ സത്യവിശ്വാസിയാണ്, അവൻ മുഅ്മിനാണ്. അതിനും സാധിച്ചില്ലെങ്കിൽ കൽബ് കൊണ്ട് പോരാട്ടം നടത്തുന്നവൻ, ഏതാണ് കൽബ് കൊണ്ട് പോരാട്ടം നടത്തുക? ഹൃദയം കൊണ്ട് വെറുത്ത് മാറി നിൽക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, അതിന്റെ മജ്ലിസ് സദസ്സുകളിൽ നിന്ന് മാറി നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മാറി നിൽക്കുന്നവൻ മുഅ്മിനാകുന്നു. അതിനുശേഷം പിന്നെ ഈമാനിന്റെ തരിമ്പില്ല. ഈമാനിന്റെ തരിമ്പ് ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത് പറഞ്ഞതെങ്കിലും ഒരാൾ ചെയ്യും. ആദ്യത്തവും രണ്ടാമത്തവും സാധിച്ചില്ല എങ്കിൽ മൂന്നാമത്തത് ഒരാൾ ചെയ്യുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ നോക്കൂ, തിന്മകളോട് നമ്മൾ പാലിക്കേണ്ട രീതിയാണിത്. ഒന്നല്ലെങ്കിൽ യദ്, അതല്ലെങ്കിൽ ലിസാൻ, അതല്ലെങ്കിൽ കൽബ്. ഒരു നിലക്കും ഒരു തൃപ്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഓരോരുത്തർക്കും സാധിക്കുന്ന മേഖലകളിൽ ആ സാധിക്കുന്ന രൂപത്തിലാണ് ഇടപെടേണ്ടത്.
എല്ലാ സ്ഥലത്തും പോയി കൈയോട് പിടിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പാടുള്ളതല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. നന്മയേക്കാൾ കുഴപ്പം സൃഷ്ടിക്കുക എന്നത് പാടില്ല. നമ്മുടെ പരിധിയിലില്ലാത്ത, അധികാരത്തിലില്ലാത്ത, നമുക്ക് സാധിക്കാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് കൈകൊണ്ട് പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുക എന്നത് ശരിയല്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ പടി അവിടെ ഉപയോഗിക്കാം, നാവുകൊണ്ട് പറഞ്ഞു കൊടുക്കാം, അത് ചെയ്യരുത്, തെറ്റാണ്, അത് നിർത്തണം എന്ന് പറഞ്ഞു കൊടുക്കാം. അതും പറയാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാകും, മേഖലകളുണ്ടാകും. നമ്മുടെ അധികാരത്തിലോ നമ്മുടെ പരിധിയിലോ പെടാത്ത സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ. അവിടെ പോയി ശബ്ദമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കരുത്. അവിടെ മൂന്നാമത്തെ രീതി സ്വീകരിക്കാം. ഇതിൽ നിന്നൊരാളും ഒഴിവാകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഖൽബ് കൊണ്ട് വെറുത്ത് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ നിന്നാണ് തിന്മകൾ ഉത്ഭവിക്കുന്നത്. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അനിസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ട്, അനിസ്ലാമികമായ വസ്ത്രം ധരിച്ചുകൊണ്ട്, അനിസ്ലാമികമായ രൂപത്തിൽ, ഭാവത്തിൽ, അങ്ങനെയൊക്കെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുമ്പോഴും പല രക്ഷിതാക്കളും ഈ പറഞ്ഞ 3 രീതിയും ചെയ്യുന്നില്ല. ഇത് 3ഉം ചെയ്യുന്നില്ല. കൈകൊണ്ട് പിടിച്ച് വലിച്ചകത്തേക്ക് കൊണ്ടുപോവുക എന്നതൊരു പിതാവിന് ചെയ്യാം, ഒരു ഉപ്പാക്ക് ഒരു ഉമ്മാക്ക് ചെയ്യാം, പക്ഷെ ചെയ്യുകയില്ല. നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം, അതും ചെയ്യുന്നില്ല. മനസ്സുകൊണ്ട് വെറുക്കാം, നമ്മുടെ ചെലവിലാണ്, വാങ്ങിക്കൊടുക്കാതിരിക്കാം, അതിന് സഹായിക്കാതിരിക്കാം, ഇതൊന്നും ചെയ്യുകയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മുസ്ലിം ഉമ്മത്തിന്റെ വീടുകളിൽ നിന്നാണ് പട്ടുസാരികൾ ധരിച്ച് ഈ ഖൈറു ഉമ്മത്തിലെ പെണ്ണുങ്ങൾ പുറത്തേക്ക് പോയത്. പുരുഷനായിട്ടുള്ള വാപ്പ വീട്ടിലിരിക്കെ ഇയാളുടെ കൺമുന്നിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ആട്ടവും പാട്ടും എല്ലാവിധ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ചു വൈകുന്നേരം കയറി വരും. മോള് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. ക്ഷീണിച്ചു പോയോ, ഡാൻസ് കളിച്ചിട്ട് തുള്ളിയിട്ട് ചാടിയിട്ട്? അതിനുള്ള ക്ഷീണത്തിനും തളർച്ചയ്ക്കുള്ള മരുന്നും വെള്ളവും ഭക്ഷണവും കൊടുക്കും. ആരാണ് ഇതിന് ഉത്തരവാദികൾ? സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ മക്കൾ അനിസ്ലാമികമായ ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് പിടിക്കണം. ഇതെല്ലാം പറയും, എന്നിട്ടോ പോയിട്ട് എടുത്തു കൊടുക്കും. മോൾക്ക് നല്ല ജീൻസ് പാന്റും ടീഷർട്ടും എല്ലാം പറയും. എന്നിട്ടോ പെരുന്നാക്കും കല്യാണത്തിനും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഈ താടി വെച്ച 5 നേരം നിസ്കരിക്കുന്ന വാപ്പയും ഉമ്മയും കൂടി പോയിട്ട് മോൾക്ക് എടുത്തു കൊടുക്കുക എന്താണ്? നല്ല ജീൻസ് പാന്റും നല്ല ടീഷർട്ടും. എന്നിട്ട് വാപ്പ നെരിയാണിക്ക് മീതെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, നല്ല താടി ഉണ്ടാവും. ഉമ്മ ഹിജാബ് ധരിച്ചിട്ടുണ്ടാവും, നിഖാബ് ധരിച്ചിട്ടുണ്ടാകും. മോളോ നല്ല ജീൻസ് പാന്റും ടീഷർട്ടും പകുതി തട്ടവും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ രണ്ടാളെ നടുക്ക് ഇങ്ങനെ നടന്നിട്ട് പോകുന്നുണ്ടാവും. സഹോദരങ്ങളെ, ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എത്ര ഗൗരവമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണത്. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അതിന് സാധിക്കുന്നില്ലേ, ഈമാൻ ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. ഖൽബ് ചികിത്സിക്കാൻ സമയമായിരിക്കുന്നു. വമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. കൈകൊണ്ട് തടുക്കാൻ സാധിച്ചില്ലെങ്കിലോ അടുത്ത വഴി എന്താ? വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നാവ് കൊണ്ട് ആരാണോ പോരാടുന്നത് അവൻ ഈമാനുള്ളവനാണ്. നാവ് കൊണ്ട് പോരാടാൻ, നാവ് കൊണ്ട് പറയാൻ അതിനും സാധിക്കുന്നില്ല. മോള് വിഷമിച്ചോന്ന് പേടിയാണ്. മോനെങ്ങാനും പോയിട്ട് ആത്മഹത്യ ചെയ്താളോ, മോനന് വീട്ടിലേക്ക് വരാതാവോ, വാപ്പാനോട് സ്നേഹം കുറഞ്ഞോവോ, ഈ വാപ്പാനെ പരലോകത്ത് പിടിക്കും. എന്നിട്ട് പറയും, ഇതാ ഇയാളാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. മകനും മകളും മക്കൾ നമുക്കെതിരെ തിരിയുന്നൊരു സമയം വരാനിരിക്കുന്നു. നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മളതിന് ഉത്തരവാദികളാണ്. നീയോ മനസ്സുകൊണ്ട് വെറുക്കാന്നുള്ളത് ഇത് ഈ വീടിന്റെ കുടുംബത്തിന്റെ നായകനാണ്. ഇയാൾ സാധു ഖൽബ് കൊണ്ടുപോലും വെറുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ
അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പൊതുവായി എല്ലാ കാര്യത്തിലും ബാധകമാണ്. പ്രത്യേകമായി നമ്മുടെ സ്വന്തം കാര്യം സൂചിപ്പിച്ചത് അവിടെ പോലും നമ്മൾ ദുർബലരായി പോവുകയാണ് എന്നതുകൊണ്ടാണ്. നമ്മുടെ സമുദായം, നമ്മുടെ ആളുകൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ തൗഹീദുള്ള ആളുകളുടെ വീടുകളിൽ നിന്ന് വരെ സഹോദരങ്ങളെ ഈ പറഞ്ഞ ഷിർക്കിൻ്റെ, കുഫറിൻ്റെ ആഘോഷങ്ങൾ, അതിന് പാട്ടും പാടി ആടി തുള്ളുന്ന മക്കളെ കാണാൻ നമുക്ക് സാധിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മക്കളോടുള്ള സ്നേഹം നമ്മെ വഞ്ചിക്കാതിരിക്കട്ടെ. സ്നേഹവും ലാളനയും ഒക്കെ അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് നമ്മെ പഠിപ്പിച്ചത്. അതെങ്ങനെ ആയിരിക്കണം, ഏതളവിലായിരിക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്നേഹം അവർക്ക് നരകമാണ് വാങ്ങിച്ചു കൊടുക്കുക. നമ്മുടെ ഈ കപട സ്നേഹം അവരെ നരകത്തിലെത്തിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ അധികം മക്കളും നരകത്തിൽ പോവാനുള്ള കാരണക്കാർ അവരുടെ മാതാപിതാക്കളാണ്. അവരുടെ അനാവശ്യമായ ലാളനയും വാത്സല്യവും മക്കളെ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മക്കൾ, നമ്മുടെ കുടുംബം നമുക്ക് കൺകുളിർമയായി അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞത് തിന്മകളോട് ഒരു നിലക്കും സമരസപ്പെടാൻ പാടുള്ളതല്ല. മറിച്ച് കൈകൊണ്ട്, നാവുകൊണ്ട്, അതല്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പിച്ചതാണ്. ഇത് നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമാണ്. അതും ഇല്ല എങ്കിൽ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ, അതിനുശേഷം പിന്നീട് ഒരു കടുകുമണിയോളം വരെ ഈമാൻ അവശേഷിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഈ അധ്യായത്തിന്റെ തലക്കെട്ട് പോലെ മഅസിയത്ത്, തിന്മയോടുള്ള തൃപ്തി, അതൊരു നിലക്കും പാടുള്ളതല്ല എന്നുള്ളതാണ്. അടുത്തതായി മറ്റൊരു ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസാണിത്. വലഹു, അഥവാ ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ തന്നെ വന്ന ഹദീസാണിത്. عن أم سلمة رضي الله عنها مرفوعا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നഹു യുസ്തഅമലു അലൈക്കും ഉമറാഉ ഫതഅരിഫൂന വതുൻകിറൂൻ ഫമൻ കരിഹ ഫഖദ് ബരിഅ വമൻ അൻകറ ഫഖദ് സലിമ വലാകിൻ മൻ റളിയ വതാബഅ ഐ മൻ കരിഹ ബിഖൽബിഹി വഅൻകറ ബിഖൽബിഹി ഇന്നഹു യുസ്തഅമലു അലൈക്കും ഉമറാ, തീർച്ചയായും നിങ്ങൾക്കുമേൽ ചില ഭരണാധികാരികൾ വരും. ഫതഅരിഫൂന വതുൻകിറൂൻ, അവർ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ ചിലത് നന്മയായിരിക്കും, ദീനിലുള്ളതായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് എതിരായിരിക്കും. അങ്ങനെയുള്ള ഒരവസരത്തിൽ ഫമൻ കരിഹ ഫഖദ് ബരിഅ, ആരാണോ അത്തരം കാര്യങ്ങളോട് അനിഷ്ടം കാണിച്ചത് അവൻ ബറാഅത്ത് കൈക്കൊണ്ടിരിക്കുന്നു. അഥവാ അവന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയിരിക്കുന്നു. അവൻ അതിൻ്റെ തിക്തഫലത്തിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. വമൻ അൻകറ ഫഖദ് സലിം, ഇനി ആരാണോ അത് അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരുത്തിയത് ഫഖദ് സലിം, അവൻ സുരക്ഷിതനായിരിക്കുന്നു. വലാകിൻ, എന്നാൽ മൻ റളിയ വതാബ, ആരാണോ തൃപ്തിപ്പെടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തത് അവൻ, മറ്റു ചില റിവായത്തിൽ വന്നതുപോലെ ഫഉലൈക ഹുമുൽ ഹാലികൂൻ, അവർ തന്നെയാകുന്നു നശിച്ചുപോയ ആളുകൾ. സഹോദരങ്ങളെ, ഇവിടെ ഭരണാധികാരികളുമായി അഥവാ മുസ്ലിം ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണിത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഉലാത്തുൽ ഉമൂർ,
മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ അവർ പാപ സുരക്ഷിതരല്ല. മറിച്ച് ചിലപ്പോൾ അവരുടെ കയ്യിൽ അബദ്ധങ്ങളുണ്ടാകും, തെറ്റുകളുണ്ടാകും, തിന്മകളുണ്ടാകും. അവരാരും നബിമാരല്ല. അങ്ങനെയുള്ള ചില ഭരണാധികാരികൾ മുസ്ലിമീങ്ങൾക്ക് മേൽ ഭരണാധികാരികളായി വരും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും അവരുടെ അടുക്കൽ നിന്നും ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അതിനോട് തൃപ്തി കാണിക്കാൻ പാടുള്ളതല്ല. ആരാണോ അതിനെ വെറുത്തത് അതിനോട് വെറുപ്പ് കാണിക്കണം. തെറ്റാണോ വെറുപ്പ് കാണിക്കണം, ന്യായീകരിക്കേണ്ടതില്ല. അതിനോട് ഹൃദയത്തിൽ വെറുപ്പുണ്ടാകണം. അവൻ ബരിഅ, കറാഹത്തിലൂടെ അഥവാ അവന്റെ അനിഷ്ടത്തിലൂടെ അവന്റെ കാര്യം സുരക്ഷിതമാക്കിയിരിക്കുന്നു, അവന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയിരിക്കുന്നു. വമൻ അൻകറ ഫഖദ് സലിം. ഇനി ആരാണോ ഭരണാധികാരികൾക്ക് നസീഹത്ത് കൊടുത്തത്, അവർക്ക് പറഞ്ഞു കൊടുത്തത്, അവൻ സുരക്ഷിതനായിരിക്കുന്നു, അവനവന്റെ കാര്യം നിറവേറ്റി, അവന് ഉത്തരവാദിത്തം പൂർത്തീകരിച്ചു. വേറെ ചില റിവായത്തിൽ വന്നതുപോലെ മൻ കാനത് ഇൻദഹു നസീഹത്തുൻ ലിദി സുൽത്താനിൻ ഫലാ യുകല്ലിമുഹു ബിഹാ അലാനിയ. ആർക്കാണോ സ്ഥാനം കൊണ്ട് അടുപ്പം കൊണ്ട് ഭരണാധികാരികൾക്ക് ഗുണകാംശ നസീഹത്ത് കൊടുക്കാൻ സാധിക്കുന്നത് ആരാണോ അയാൾ പരസ്യമായി അയാൾക്കെതിരെ സംസാരിക്കരുത്. ലിയഖുദ് ബിയദിഹി വലിയഖ്ലു ബിഹി. അദ്ദേഹത്തിന്റെ കൈപിടിക്കുകയും അദ്ദേഹത്തോട് രഹസ്യമായി അത് ഉണർത്തുകയും പറയുകയും വേണം. ഫഇൻ ഖബിലഹ, ആ ഭരണാധികാരി അത് സ്വീകരിച്ചാൽ ഖബിലഹ, സ്വീകരിച്ചു. വഇല്ല, അദ്ദേഹം നിരസിച്ചു, സ്വീകരിച്ചില്ല, കാന ഖദ് അദ്ദല്ലദി അലൈഹി, ആ നസീഹത്ത് കൊടുത്തയാൾ അയാളുടെ മേലുള്ള ബാധ്യത നിറവേറ്റിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഭരണാധികാരികളോട് പെരുമാറേണ്ടത്. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ആ കാര്യങ്ങൾ അതിനോട് വെറുപ്പ് കാണിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഒരാൾ അത്തരം ഭരണാധികാരികളുടെ തെറ്റ്, അബദ്ധം അത് തൃപ്തിപ്പെടുകയും അത് പിൻപറ്റുകയും ചെയ്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകൾ ഫഉലൈക ഹുമുൽ ഹാലികൂൻ, അവർ തന്നെയാകുന്നു നശിച്ചുപോയ ആളുകൾ. അപ്പോൾ സഹോദരങ്ങളെ, ഭരണാധികാരികൾ അവരുടെ അടുക്കൽ, മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ അവരുടെ അടുക്കൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. ഇത്തരത്തിലുള്ള ഹദീസുകൾ എടുത്തുപിടിച്ചുകൊണ്ടാണ് ചില ഖവാരിജുകൾ, ഇഖ്വാനികൾ പറയാറുള്ളത്, ഭരണാധികാരികൾക്കെതിരിൽ പറയാനും അവർക്കെതിരിൽ എഴുതാനും ജനങ്ങളെ ഇളക്കിവിടാനും ഒക്കെ ചില ആളുകൾ തെളിവ് പിടിക്കാറുള്ളത് ഇങ്ങനെയുള്ള ചില ഹദീസുകളാണ്. ഇതിന്റെ ബാക്കിയിൽ നമുക്ക് കാണാം, സഹാബത്ത് തിരിച്ചു ചോദിച്ചു, അപ്പോൾ അവരോട് നമ്മൾ യുദ്ധം ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ, വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് നസീഹത്ത് കൊടുക്കുക, അവരെ തിരുത്തുക, പറഞ്ഞു കൊടുക്കുക എന്നതൊക്കെ അതിന്റെ ആളുകൾ, ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്. എല്ലാവരും ഇങ്ങനെ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുക, ജനങ്ങളെ ഇളക്കിവിടുക എന്ന പരിപാടി പാടുള്ളതല്ല. അത് വിശാലമായ വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ തലക്കെട്ടുമായി, അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? വലാകിൻ മൻ റളിയ വതാബഅ. ആരാണോ തൃപ്തിപ്പെടുകയും പിൻപറ്റുകയും ചെയ്തത് അവർ നശിച്ചു പോകും. ഐ മൻ കരിഹ ബിഖൽബിഹി വഅൻകറ ബിഖൽബിഹി. ആരാണ് രക്ഷപ്പെടുക, സുരക്ഷിതരായി തീരുകാരാണ്? ഹൃദയം കൊണ്ട് വെറുക്കുകയും ഹൃദയം കൊണ്ട് അതിനെ ഉപേക്ഷിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്ത ആളുകൾ. വേറെ ചില റിവായത്തിൽ വന്നതാണ് ഇപ്പോൾ വായിച്ചത്. ബാക്കി വഫി റിവായത്തിൻ ഗൈരി സഹീഹി ബഅദ വതാബഅ. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ അല്ലാത്ത ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നത് ഫഉലൈക ഹുമുൽ ഹാലികൂൻ എന്ന് നമുക്ക് കാണാം. അഥവാ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ കൂടെ വായിച്ചാൽ ആ അർത്ഥം പൂർത്തിയാകും. അത് വായിച്ചിട്ടുണ്ട്, ഫഉലൈക ഹുമുൽ ഹാലികൂൻ. പിൻപറ്റുകയും തൃപ്തിപ്പെടുകയും ചെയ്ത ആളുകൾ നശിച്ചു പോവുക തന്നെ ചെയ്യും, അതല്ലെങ്കിൽ അവർ നശിച്ചു പോയിരിക്കുന്നു. സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ചുരുക്കം, തിന്മകൾ, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടവരാണ്. തിന്മകളോട് തൃപ്തിയോ ഇഷ്ടമോ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് വൻപാപമാണ്, അത് നമ്മെ നശിപ്പിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ.
والله تعالى أعلى وأعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.